ഞാൻ ശരിക്കും ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുമായിരുന്നു. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടുവന്നപ്പോൾ വിളിച്ചത് ആ ഒരു പേഴ്സണെയാണ്. വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ലൈഫിലേക്ക് അകന്നിട്ടുണ്ടാവും, എന്നിൽ നിന്ന് അകന്നിട്ടുണ്ടാവും. സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഫോട്ടോസ് കണ്ടിട്ട് ജസ്റ്റ് ഹുക്കപ്പ്, വൺ നൈറ്റ് സ്റ്റാൻഡ്, അതിന് വേണ്ടിയിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു വന്നവരൊക്കെ ഉണ്ട്. അമ്മയൊക്കെ ഇങ്ങനെ കരയുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചാൽ എന്താ പറ്റിയ കൈ പാരലൈസ്ഡ് ആണെന്ന് പറഞ്ഞ് ഗോൾഡൻ അവറിൻ്റെ ഉള്ളിലെത്തിയില്ലെങ്കിൽ കൈ മുറിച്ചോളേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. രക്ഷപ്പെടാനും ചാൻസും കുറവായിരുന്നു. ഒരു 15 സെൻറ്റിമീറ്റർ അടുത്തോളം വെയിൻസും എല്ലാം കട്ടായിപ്പോയി. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ ആലോചിച്ചു എന്തിനാ ഇങ്ങനെ നരകിക്കണേ എന്നുള്ളൊരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം, വേണ്ട, ലൈഫ് വേണ്ട. സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഞാൻ ഒന്നും അറിയത്തില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഫസ്റ്റ് നമ്മളെ കാണുന്നത് അത്ഭുത വസ്തുവിനെ പോലെ കാണുന്നത്. ഞാൻ കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വെച്ചത് എന്നെക്കൊണ്ട് ആ ടൈമിൽ ആ ഡ്രസ്സൊക്കെ ഇടാനേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഓപ്പൺ ആയിട്ടിരിക്കണം. സ്റ്റിച്ച് മാർക്ക് കംപ്ലീറ്റ്ലി ഉണ്ട്. ഇത്രയും സ്റ്റിച്ചൊക്കെ വെച്ച് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനത് ഷോപ്പിന് വേണ്ടിയിട്ടായിരിക്കും. ശരിക്കും ഇപ്പം ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് കാണിക്കുമോ? 2-3 വിരലിണങ്ങി തുടങ്ങി. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തിനും നമുക്ക് ഇത്. ആക്ച്വലി എന്ത് സംഭവിച്ചു? ബൈക്കും ടാങ്കർ ലോറിയും തമ്മിൽ ഇടിച്ചായിരുന്നു ചെറുതായിട്ട്. എനിക്ക് ഓർമ്മയില്ല, 4 ദിവസത്തെ സംഭവം ഒന്നും ഓർമ്മയില്ല. കണ്ണുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. ആ ഒരു പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രണ്ട്സിനൊക്കെ വെറുപ്പിച്ച് ഞാൻ തോറ്റുപോയില്ലേ എല്ലാവരുടെയും മുമ്പില്. എടുത്തൊരു തീരുമാനമാണെങ്കിൽ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ വേസ്റ്റ് ആയില്ലേ, ലൈഫ് തന്നെ വേസ്റ്റ് ആയില്ലേ. നമുക്ക് കൂടെ ഉണ്ടായ ആളും പോയി, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ. ലൈക്ക് വട്ടപൂജ്യത്തിന് വന്നതെന്ന്. വലത് കൈ നഷ്ടപ്പെട്ടിട്ടും എഡിറ്റിംഗ് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത സർവൈവർ ആയിട്ടുള്ള ജോബ്ന ജോസഫാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. ഹായ്. ശരിക്കും ഈ കൈയുടെ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷവും എഡിറ്റിംഗ് തുടരുന്നുണ്ട്. അത് അത്ര എളുപ്പമുള്ള ജോലിയല്ല ഒരു കൈ കൊണ്ട് ചെയ്യാന്ന് പറയുന്നത്. അല്ല, ബട്ട് പ്രാക്ടീസായി. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് റൈറ്റ് ഹാൻഡ് എന്ന പോലെ ലെഫ്റ്റ് ഹാൻഡും എനിക്ക് ആക്സിഡന്റിന് ശേഷം പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം ഒടിഞ്ഞു പോയായിരുന്നു തമ്പിൻ്റെ. അപ്പോൾ അതൊക്കെ കമ്പിയിട്ട് റെഡിയാക്കി എടുത്ത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ മൗസ് പിടിച്ച് ട്രയൽ വർക്ക് പോലെ ചെയ്തെടുത്ത്. പിന്നെ ആദ്യമൊക്കെ സ്ലോ ആയിട്ടൊക്കെ ആയിരുന്നു ചെയ്തത്. പിന്നെ മേക്ക് ചെയ്ത് എടുത്ത്. അല്ല, ആ ജോലി തന്നെ തുടരാമെന്ന് തീരുമാനിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാൻ. മാക്സിമം എൻഗേജ് ആയിട്ടിരിക്കാൻ പറ്റും, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. വരെയെന്ന് ചെയ്ത് എന്ത് കൈൻഡ് ഓഫ് എഡിറ്റിംഗ് ആയിപ്പോൾ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി വെഡ്ഡിങ് എഡിറ്റിംഗ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാത്രം 29 വർക്ക് ചെയ്തിട്ടുണ്ട്. വെഡ്ഡിങ് എൻഗേജ്മെൻ്റ് ഒക്കെ കൂടിയിട്ടുള്ളതും 2 ക്യാമറ, ചിലത് 3 ക്യാമറയുടെയൊക്കെ. ഒരു മാസം 31 ദിവസം ഉണ്ടെങ്കിൽ 21 വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൊക്കെ ഒരു വർക്ക് കേട്ടുകൂട്ടി അങ്ങനെയൊക്കെ. അങ്ങനെ നല്ല സ്പീഡായിട്ടുണ്ട്. നമുക്ക് വർക്ക് തരും, തിരിച്ചു കൊടുക്കും, വർക്ക് തരും. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യത്തില്ല. ഈ കൈ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുന്നുണ്ടോ? വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എൽബോ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് പോലെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ആക്ച്വലി എന്ത് സംഭവിച്ചത്? ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കൈൻഡ് ഓഫ് ആക്സിഡൻറ്റ്? 2 വർഷം മുമ്പായിരുന്നു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഞാൻ ബൈക്ക് ഓടിക്കും, എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കും ടാങ്കർ ലോറിയും തമ്മിൽ ഇടിച്ചായിരുന്നു ചെറുതായിട്ട്. ബൈക്ക് ടാങ്കർ ലോറി വേറെ ഒന്നും കിട്ടിയില്ല, പറയുമ്പോഴല്ല ഇതല്ലേ. എന്നിട്ട് കണ്ണു തുറന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ല, 4 ദിവസത്തെ സംഭവം ഒന്നും ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് കണ്ണുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഫുള്ള് സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ കവറായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കെട്ടൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് കെട്ട്, ട്യൂബൊക്കെ ഉണ്ടായിരുന്നു. പല്ലൊക്കെ ചെറിയ വേദന. പിന്നെ ത്രോട്ടിൻ്റെ ഇവിടെ അനസ്തേഷ്യയുടെ ഒരു ഇതുണ്ടാവില്ല, നമുക്ക് തുപ്പലോ എന്തെങ്കിലും സംഭവം വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും. അതൊക്കെയാണ് എനിക്ക് കണ്ണു വന്നപ്പോൾ ഉണ്ടായ ഫീലിങ്സ്. പിന്നെ ഞാൻ ലൈഫിൽ ജനിച്ചിട്ട് ഇതുവരെ ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ഞാൻ എപ്പോഴാണ് ആക്സിഡൻ്റ് ആയത്, എങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന് ഒരു മെമ്മറി പോലും എനിക്കില്ല. ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മോളിത് ഇവിടെ വന്നിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞു. എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചത്. പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു കളമശ്ശേരിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇത് വെന്റിലേറ്ററിലാണ് കിടക്കണത്. കളമശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ അപ്പോളോ അവിടെ സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ്.
എൻ്റെ അവിടുത്തെ ലോറിക്കാരൻ തന്നെയാണ് എന്നെ കിൻഡർ എന്നുള്ള ഹോസ്പിറ്റലിലേക്കായിരുന്നു ഷിഫ്റ്റ് ചെയ്തത്. ഇൻറ്റേർണൽ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഗോൾഡൻ അവറിൻ്റെ ഉള്ളിലെത്തിയില്ലെങ്കിൽ കൈമുറിച്ച് കളയേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. ചാൻസും കുറവായിരുന്നു, രക്ഷപ്പെടാനും ചാൻസും കുറവായിരുന്നു. ഫസ്റ്റ് സർജറി ചെയ്തു, ആർട്ടറി കട്ടായിപ്പോയി. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് സർജറി ചെയ്തു, കാലിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡിൽ തന്നെ ഫുള്ള് കൈ പറഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ, മീൻസ് ഫുൾ ഓപ്പൺ ആയിപ്പോയി. വെയിൻസ് കട്ടായിപ്പോയി, നെർവ് കട്ടായിപ്പോയി. ഒരു 15 സെൻറ്റിമീറ്റർ അടുത്തോളം വെയിൻസും നെർവെല്ലാം കട്ടായിപ്പോയി. അപ്പോൾ അതിന് വേണ്ടി നെക്സ്റ്റ് ഡേ സർജറി ചെയ്ത് ഏകദേശം ഒരു 12 മണിക്കൂർ എടുത്ത് സർജറി. അപ്പോൾ അമ്മ പറഞ്ഞു ഉച്ചയ്ക്ക് 12 മണിക്ക് കയറ്റിയിട്ട് രാത്രി 12 മണിക്കാണ് സർജറി കഴിഞ്ഞതെന്ന്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൂടാതെ 3 സർജൻസാണ് തോന്നുന്നുണ്ട്, ഒരുമിച്ച് ഒന്ന് കമ്പൈൻ ചെയ്ത് സർജറിയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ആക്സിഡൻറ്റ് പറ്റിയ കുട്ടിയല്ല. അത്രയും വലിയ കേസ് അവർ ആ ഒരു ഏജിൽ അത്രയും വലിയ കേസ് ഫസ്റ്റ് ടൈമാണ് അവർ അറ്റൻഡ് ചെയ്യണത്. എനിക്കിത് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയായിരുന്നു. ഈ ഇവിടെ ഒരു എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റേതായിട്ട്. പിന്നെ ഫുൾ ഇവിടം തൊട്ട് ഇവിടം വരെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുക. എനിക്ക് ഹാൻഡ് മാത്രമേ ആക്ച്വലി ഹാൻഡും പിന്നെ പല്ലൊക്കെ പോയായിരുന്നു. പല്ല് പോയതല്ല, മോണയുടെ ഉള്ളിലോട്ട് കയറിപ്പോയി. അപ്പർച്ചി ഒടിഞ്ഞു പോയി. പിന്നെ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇൻറ്റേർണൽ അല്ല ബട്ട് എക്സ്റ്റേണൽ ഉണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഓപ്പൺ ആയി പോയായിരുന്നു. ഈ കൈയുടെ അവസ്ഥ എന്താണെന്ന് എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്? എന്നോട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ചെറിയ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്യൂബും കാര്യങ്ങളൊക്കെയാണല്ലോ. വേസ്റ്റ് ബ്ലഡ് കളയാൻ വേണ്ടിയിട്ടൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം കിടക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം കിടപ്പും. അപ്പോൾ നമ്മൾ തലേന്നൊക്കെ വെച്ച് വെട്ടിപ്പൊളയുന്ന സിറ്റുവേഷനൊക്കെയാണ് ആ സമയത്ത്. അപ്പോൾ ഒന്ന് അപ്പ് ചെയ്തെടുത്ത് നോക്കുമ്പോഴേക്കും ആ ഒരു ജാറ് പോലത്തെ സാധനം നിറഞ്ഞു കിടക്കണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ പറ്റുക? അപ്പോൾ പറഞ്ഞു അത് ആ സർജറി ചെയ്തപ്പോൾ ബ്ലഡ് നമ്മൾ മാറ്റി കയറ്റിയില്ല, അതിൻ്റെയൊക്കെ ആയിരിക്കും, കെട്ടൊക്കെ അതിൻ്റെയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതുപോലെ ഓക്കെ ആവാം. ലൈക്ക് ഞാൻ എങ്ങനെയായിരുന്നു ആക്സിഡൻറ്റ് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെയൊക്കെ ഓക്കെ ആകുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴൊന്നും എന്നോട് പറഞ്ഞില്ല പാരലൈസ്ഡ് ആണെന്നും പറഞ്ഞില്ല. ആക്സിഡൻറ്റ് ഇതിൻ്റെ കെട്ടാണ്, സർജറി ചെയ്തതിൻ്റെ കെട്ടും കാര്യങ്ങളാണ്. പിന്നെ ഒരു ചെറിയൊരു സർജറിയും കൂടി വേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ സ്കിൻ ഓപ്പൺ ആയി പോയല്ലോ, നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട്. നമ്മുടെ പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഫസ്റ്റിനെ വേറൊരാളുടെ രൂപം വെച്ചിട്ട് വേറെതായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് തൈസിൽ നിന്ന് എടുത്ത് കയ്യിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ അപ്പോൾ പതുക്കെ ഡോക്ടർ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മോളെ പെട്ടെന്ന് റെഡി ആവില്ല, ടൈം എടുക്കും, പക്ഷെ റെഡി ആവും കേട്ടോ, മോള് പേടിക്കണ്ട, റെഡി ആവും, എല്ലാം സെറ്റായി വരുമെന്ന്. എല്ലാ ദിവസവും ഞാൻ 2 വീക്സ് എടുത്ത് ഹോസ്പിറ്റലിൽ കിടന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സർജറീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെയും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽസും അതേപോലെ ഇതെല്ലാം കൂടുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്നാൽ മതി. വൺസിൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നിടം വന്ന് ഡ്രസ്സ് ചെയ്ത് പോകണം. അപ്പം അങ്ങനെ റെഗുലർ വിസിറ്റ് കാര്യങ്ങൾ അപ്പയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പതുക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ, അപ്പയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു എന്താ പറ്റി, കൈ പാരലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ പാരലൈസ് എന്ന് പറഞ്ഞ വേർഡ് സംഭവം എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ മുതൽ ചിലവരുടെയൊക്കെ തളർന്നു പോയി, സ്ട്രോക്ക് വരുമ്പോൾ തളർന്നു പോയി. പക്ഷെ അവരൊക്കെ റെഡിയായി ചിലവരൊക്കെ സ്ട്രോക്ക് വന്നവർ തിരിച്ച് അതേപോലെ റെഡിയായി വരുമെന്നൊക്കെയാണ് വിചാരിച്ചൊരു 2-3 മാസം അല്ലെങ്കിൽ 6 മാസം. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഒരേ പ്രാവശ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ട്രൈ ചെയ്ത്. ഞാൻ ചിലപ്പോൾ കഴിയുന്നതാണെങ്കിൽ പക്ഷെ ഞാൻ അമ്മ നോക്ക് ഈ കൈ ഇളങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് നോക്ക് എന്നൊക്കെ പറഞ്ഞ്. ബട്ട് ഇല്ലായിരുന്നു, പെയിനും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ പെയിനും വന്നു തുടങ്ങി. പക്ഷെ തൊടുന്നതൊന്നും അറിയുന്നില്ല, എവിടെ തൊടും എന്ത് ചെയ്യും ഒന്നും അറിയാതെ വല്ലാത്തൊരു സിറ്റുവേഷൻ. പിന്നെ ഞാൻ ചിന്തിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, കൈ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, എന്തിനാ എനിക്ക് ആ സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തോന്നി, ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നേ. പിന്നെ അങ്ങോട്ടേക്ക് ഓക്കെ ആക്കി നമുക്കിനി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്ത് തുടങ്ങണം ഓരോ പരിപാടികൾ. ഇനി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് മുന്നോട്ട് പോകണം, റൈറ്റ് ഹാൻഡ് ഇനി ഉണ്ടാവത്തില്ല എന്നുള്ള സംഭവം മൈൻഡിനെയും പറഞ്ഞ് ഓക്കെ ആക്കി എടുത്ത്. പിന്നെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പിലെ പെയിൻ മാറുന്നില്ല. അത് മാറാതെ വരുന്ന വെച്ചപ്പോൾ ഡോക്ടറിനെ വീണ്ടും പോയി കണ്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടാട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ എല്ല് ഡിസ്ലൊക്കേറ്റ് ആയി കിടക്കുകയാണ്, നമുക്കൊന്ന് പിടിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ലോക്കൽ അനസ്തേഷ്യ വന്നു, പിടിച്ചിട്ട് വെച്ചിട്ട് വീണ്ടും ആവുന്നില്ല. അപ്പോൾ ഈ കൈക്ക് സർജറി ചെയ്യണം. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല.
എന്തിനും നമുക്ക് ഇത്. പക്ഷെ എനിക്ക് ആകെയുള്ള വേൾഡെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ഫോണൊക്കെയാണ്. പാട്ട് കേൾക്കുക, സിനിമ കാണുക, ഇങ്ങനെ യൂസ് ചെയ്ത് പോവുക. കാലൊക്കെ വെച്ചൊക്കെ അഭ്യാസം പഠിച്ചു തുടങ്ങി. ചാർജൊക്കെ ചെയ്യണത് മദറിനോട് ചേർത്ത് വെക്കും ഫോൺ. എന്നിട്ട് കാല് വെച്ചിട്ട് കറക്റ്റ് പിന്നൊക്കെ ആയിട്ട് പ്ലഗ് ചെയ്തൊക്കെ വെക്കും. പിന്നെ പല്ല് വെച്ചൊക്കെ അടിച്ചൊക്കെ വെക്കും. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോണൊക്കെ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പഴയ കമ്പനിയിലോട്ട് വിളിച്ച് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇവിടെ നിന്നിട്ട് ബോറടിക്കണം ചേട്ടാ, ഞാൻ വന്നോട്ടെ, അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ വിടുമെന്ന് ചോദിച്ചു ചേട്ടൻ. അമ്മയ്ക്കും അപ്പയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാര്യം ഞാൻ വർക്കിന് വീണ്ടും പോവുക, ബസ് കയറി പോവുക, അല്ലെങ്കിൽ മെട്രോ കയറി പോവുക, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എന്നിട്ട് ഡോക്ടേഴ്സിൻ്റെ പെർമിഷൻ എടുത്ത്. എനിക്ക് പെർമിഷൻ എടുക്കണമെങ്കിൽ 4 ഡോക്ടേഴ്സിൻ്റെ പെർമിഷൻ എടുക്കണം. എനിക്ക് പെയിൻ വരും. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറത്തെ പെയിനാണ് വരുന്നത് ഓരോ പ്രാവശ്യം. എനിക്ക് പീരിയഡ്സിന് അപ്പുറത്തെ പെയിനാണ് ആ ടൈമിലുള്ള പെയിൻ വരുന്നത്. ആ ഒരു പെയിനിൻ്റെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എല്ലാം മൈൻഡിൻ്റെയാണ്, വിൽ പവർ ആ ഒരു മൈൻഡ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ പെർമിഷൻ എടുത്തു. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ പെർമിഷൻ എടുത്തു. ഞാൻ ഡെയിലി വന്നോളാം, ബട്ട് എനിക്ക് പോകണം. പിന്നെ ഞാൻ ഇതെല്ലാം അതിൻ്റെ പെർമിഷൻ എടുത്ത് അമ്മയായിട്ടൊക്കെ സംസാരിച്ചു. അമ്മയ്ക്കും അപ്പയ്ക്കൊക്കെ പറഞ്ഞു, അവൾ പോട്ടെ, ലൈക്ക് ഇരുന്നിട്ട് എന്തിനാ വെറുതെ നെഗറ്റീവ് അടിക്കത്തേ ഉള്ളൂ, പോട്ടെ, വർക്ക് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ ചേട്ടനോട്, ചേട്ടൻ വീട്ടുകാരെ സംഭവിച്ചു വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വന്നോ കുഴപ്പമില്ല ചേട്ടാ, ആദ്യത്തെ കുറച്ച് നാൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ഞാൻ വെഡ്ഡിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻഗേജ്മെൻറ്റ്, വെഡ്ഡിങ്, ഈവ്, അപ്പം ഫസ്റ്റ് നമുക്ക് ഈവൊക്കെ പതുക്കെ ചെയ്ത് നോക്കുക, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചില ദിവസം ഹോസ്പിറ്റലിൽ പോകും, വരുമ്പോഴേക്കും 11 മണി 12 മണിയാകും. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ ഒരു പ്രോപ്പർ ടൈമിങ്ങും കാര്യങ്ങളും എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കും തോന്നിയ പോലെ വരിക, മീൻസ് ആ ബിൽഡിങ്ങിൽ ബാക്കി തോന്നിയ പോലെ വരിക ചെയ്യുക. പലരും ചോദിച്ചിട്ടുണ്ട്, ബട്ട് എന്നെ അങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓഫീസിലുള്ളവർ. അങ്ങനെ കൂടുതൽ എന്നെ എനിക്ക് ചില സമയത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക്. അപ്പോൾ വാരിയൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം എന്താ കൊളീഗ്സ്, ഇപ്പോൾ ആരായാലും ശരി, കുറച്ച് പേരൊക്കെ ഉണ്ട്, പഴയ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരെന്നെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ വിളിക്കും. ചിലപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും, വേദന പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് ഉറങ്ങും. പക്ഷെ എന്നിട്ട് പോലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത്, വേറെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്നെ എപ്പോഴേ പറഞ്ഞു വിട്ടായിരുന്നു. നമുക്കൊരു വാല്യൂ തന്ന് ഇവിടം വരെ എത്തിച്ചു. ഞാൻ ശരിക്കും ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുമായിരുന്നു. എനിക്ക് പേഴ്സണൽ ലൈഫിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആക്സിഡൻറ്റ് മുമ്പ് എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ഓൾറെഡി നിൽക്കുമായിരുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സണോട് ഞാൻ ചോദിച്ചു, എനിക്ക് തിരിച്ച് വന്നാൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ നീ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു പേഴ്സൺ വന്നില്ല, ഹോസ്പിറ്റലിൽ വന്നില്ല, വീട്ടിൽ വന്നില്ല. ലൈക്ക് നമ്മളൊരുമാതിരി ട്രാഷ് ചെയ്ത് ഇട്ടൊരു സിറ്റുവേഷൻ പോലെയായി. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും, ഓരോരുത്തർക്കും ഒരേ ടൈപ്പ് അല്ലേ. പക്ഷേ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടതല്ലേ ശരിക്കും? ഞാൻ ഓൾറെഡി ഞങ്ങൾ ചെറിയ ചെറിയ പടക്കത്തിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. വേണ്ട അങ്ങനെയാണ് ഇതാണെന്ന്. പക്ഷേ ആ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് ആ ഒരു പേഴ്സണെ വേണമെന്നുള്ള സംഭവം മനസ്സിലായി. ഞാൻ അവനെ വിളിച്ചു, ബട്ട് എന്തോ ചിലപ്പോൾ അവനും അകന്നിട്ടുണ്ടാവും, എന്നിൽ നിന്ന് അകന്നിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് 2 weeks കഴിഞ്ഞിട്ടാണ് എനിക്കും 2 weeks ഒരു 1 monthനുള്ളിൽ എനിക്ക് ആക്സിഡൻ്റ് ആയി. ഞാൻ ഫസ്റ്റ് കണ്ണൂരിലിപ്പോൾ വിളിച്ചത് ആ ഒരു പേഴ്സണെയാണ്. വിളിച്ചപ്പോൾ അവൻ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. എൻ്റെ അൺനോണായിട്ട് അറിയുന്ന കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വന്ന് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന്, വീട്ടിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന്, ഹോസ്പിറ്റലിൽ കയറ്റത്തില്ലായിരുന്നു. ബട്ട് അങ്ങനെ അവർ വന്ന് ജസ്റ്റ് താഴെ വന്ന് നിൽക്കും, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കായാലും എന്തിനായാലും ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരാതിരുന്നപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ എത്ര റെഡിയായി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാലും ശരിയാവത്തില്ലല്ലോ. ആ ഒരു സംഭവം എൻ്റെ മൈൻഡിൽ വന്നു. അപ്പോൾ ലീഗലി ഡിവോഴ്സായിട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് മൂവ് ചെയ്തു. അത് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് കൊണ്ടാണോ അത്രയും പെട്ടെന്ന് ഇതാവുന്നത്? ആക്സിഡൻറ്റ് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, പിന്നെ ഈ ഒരു പേഴ്സണൽ ലൈഫിലോട്ട് വരാത്തത് കൊണ്ട് നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഇത് വന്നത് ആ ഒരു ടൈമിലായിരുന്നു. ഞാൻ ചിലപ്പോൾ അവൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ പോയാലോ എന്നൊക്കെ ഓർത്ത്, തിരിച്ച് പോയാലോ അവർക്കൊരു ബേർഡൻ ആയാലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ വേഗം തന്നെ
ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തത്. പിന്നെ എൻ്റെ വീട്ടുകാരും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ വേഗം തന്നെ ലീഗലി മൂവ് ചെയ്തു. ഡിവോഴ്സ് കിട്ടിയപ്പോൾ എനിക്കും ആ ഒരു സമയത്തിന് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലെ കല്യാണം കഴിഞ്ഞു അല്ലേ? എത്ര വയസ്സിലായിരുന്നു? 18. എന്താ പെട്ടെന്ന് ഇങ്ങനെ 18 വയസ്സിലായി കല്യാണം കഴിക്കാൻ ഇഷ്ടം തോന്നിയിട്ട് കല്യാണം കഴിച്ചതാണ്? അതെ. എന്നിട്ട് എത്രയില്ല ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയേക്കണേ? 6 years കഴിഞ്ഞിട്ടായത്. ഓ, ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ഒരു കരുത്ത്, അല്ലെങ്കിൽ ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് അറിയാം. അങ്ങനെ ഒരു അറിയുന്ന ഘട്ടവും കൂടെ ആയിരിക്കും ഇത്രയും വലിയൊരു മേജർ ആക്സിഡന്റിൽ. ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു? അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കമ്പനി ആ ഒരു ടൈമില് ക്ലബ് ഹൗസ് എന്ന് പറയുന്നൊരു ആപ്പ്, സോഷ്യൽ മീഡിയ ആപ്പ്, അറിയുമെന്നറിയില്ല. അറിയാം, ക്ലബ് ഹൗസ് അറിയാം. ഓക്കെ, അതെല്ലാവരും പറയും ഭയങ്കര ടോക്സിക് ആണ്, അഡൽട്ട് കണ്ടൻസ് ആണ് പോകുന്നത് എന്നൊക്കെ പറയും. ബട്ട് എനിക്ക് അതിൽ നിന്ന് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. ചില നൈറ്റ്സ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ടൈമുണ്ട്. പെയിൻ വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടും പെയിൻ കില്ലേഴ്സ് പ്ലസ് നമ്മൾ പാരസെറ്റമോൾ എടുക്കും 2 എണ്ണം വെച്ച്, എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അത്രയും പെയിനായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അതിൽ നിന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. അവർ രണ്ടുപേരും ഞാൻ ജസ്റ്റ് നമ്മൾ ക്ലോസ് റൂം പോലെ ഇടും, എനിക്ക് പാട്ടൊക്കെ വെച്ച് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഞെട്ടി അല്ലെങ്കിൽ കരയണ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നീ ഓക്കെ അല്ലേ കൂടെ നിന്നുണ്ട്. ഞാൻ ഉറങ്ങണവരെ കൂടെ നിന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സ് അല്ല ശരിക്കുള്ള ഫ്രണ്ട്സ് എന്ന് മനസ്സിലായത്. ഇങ്ങനെയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലൈക്ക് ലവേഴ്സ് അല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പെയിൻ്റെ ഒപ്പം നമ്മുടെ ഹാപ്പിനെസ്സിനൊപ്പം കൂടെ നിന്ന് 2 ഫ്രണ്ട്സ് ഉണ്ട്. ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പം വന്നേക്കുന്നവരാണ്, ലൈഫിലോട്ട് വന്നേക്കുന്നത്. എൻ്റെ ബാഡ് ടൈമിൽ എൻ്റെ കൂടെ നിന്നേക്കണവരാണ് അവർ. അതാണ് ശരിക്കുള്ള ഫ്രണ്ട്സ്. എഡിറ്റിംഗ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് കൊണ്ടത് ചെയ്ത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇത് കവർ ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കും. അപ്പോഴൊന്നും ഭയങ്കര ഡെസ്പായിട്ട് ഇതൊന്നും പറ്റില്ല എന്നൊന്നും തോന്നിയില്ല, സങ്കടവും തോന്നിയില്ല? ചില സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിപ്പെൻഡബിൾ ആവുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഒരേ കാര്യത്തിനും. എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം പോലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞുകൊണ്ട് എനിക്ക് പാഡ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമുണ്ട്. അപ്പം അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് മെൻസ്ട്രൽ കപ്പ് വേണം വെക്കാൻ. അമ്മയ്ക്ക് ഷോപ്പുണ്ട്. ഓരോ പ്രാവശ്യം അമ്മ എനിക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി വരേണ്ട ഒരു ടൈം വന്നു. ആദ്യത്തെ കുറച്ച് നാൾ ഞാൻ പറഞ്ഞില്ല, കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല കയ്യിൽ. ലൈക്ക് അമ്മ വരിക ഇതാക്കുക. അമ്മയ്ക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമറുടെ ടൈമായിരിക്കും എനിക്ക് വിളിക്കണത്. അപ്പം അമ്മ ഇങ്ങനെ ഓടി വരണ്ട. എൻ്റെ പൊന്നോ, ഞാൻ ആലോചിച്ചു എന്തിനാ ഇങ്ങനെ നരകിക്കണേ എന്നുള്ളൊരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം, വേണ്ട, ലൈഫ് വേണ്ട, നമുക്ക് ഇവിടെ വെച്ചതാക്കാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും കൈ സെൻസേഷനില്ല, ഒന്നുമില്ല. ലൈക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് ഉറങ്ങണ ഒരു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ള ചിന്ത പോലെയൊക്കെ വന്ന് അവർക്കും ഇനിയും ക്യാഷ് ചിലവായിക്കൊണ്ടിരിക്കുകയല്ലേ. ഓൾറെഡി ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമുക്ക് വേണ്ടി ചിലവായി. ഇനിയും ഫർദർ ട്രീറ്റ്മെൻറ്റും ഇനിയും സർജറീസ് ഉണ്ട്, ഇനിയും ഹോസ്പിറ്റലിൽ പോകണം, ഒരു സ്ഥലത്ത് പോകണം, എന്ത് ചെയ്യണം ഒരു ഹോപ്പും പറയുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് കൂടെ ഉണ്ടായ ആളും പോയി. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ. ലൈക്ക് വട്ടപൂജ്യത്തിന് വന്നതെന്ന് എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ പോലും അത്രയും വലിയ സംഭവമൊക്കെ ഉണ്ടായിട്ട് മാരേജ് കഴിഞ്ഞതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രണ്ട്സിനൊക്കെ വെറുപ്പിച്ച് കുറേ പേരൊക്കെ ആ സമയത്ത് കുറേ പേര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്ത് ആൻസർ പറയും? ഞാൻ തോറ്റുപോയില്ലേ എല്ലാവരുടെയും മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, കസിൻസിൻ്റെ മുമ്പിൽ. എടുത്തൊരു തീരുമാനമാണെങ്കിൽ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ വേസ്റ്റായില്ലേ, ലൈഫ് തന്നെ വേസ്റ്റായില്ലേ, എനിക്ക് താഴെ ഒരാളും കൂടി ഇല്ലേ, ഇനി അവളുടെ കാര്യം കൂടി നോക്കണ്ടേ എന്നുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആദ്യം കുറച്ചുകൂടെ സങ്കടമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, അവർക്ക് വിഷമവും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഇതൊക്കെ വന്ന് കരച്ചിലും ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരാൾ തോറ്റു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ആ ഒരു ലൈഫിലോട്ട് തന്നെ ഒതുങ്ങിക്കൂടി, ആരോടും സംസാരിക്കണില്ല, ആരോടും വിട്ടിട്ടില്ല, കംപ്ലീറ്റ്ലി ഒരുമാതിരി. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അമ്മൂമ്മ ഉണ്ട് വീട്ടിൽ, ഫുഡ് കഴിക്കണമെങ്കിൽ അമ്മൂമ്മേനെ വിളിക്കണം. ആ ഒരു സമയത്ത് ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കത്തില്ല. അപ്പോൾ അത് കാണുമ്പോൾ അമ്മൂമ്മയ്ക്കും വിഷമമാണ്.
അനിയത്തിയുണ്ട്, അവൾ വർക്കിന് പോകുന്നുണ്ട്. പിന്നെ അപ്പയ്ക്കായാലും ഭയങ്കര സങ്കടം. ആ സമയത്ത് കേട്ടോ ശരിക്കും വീട്ടുകാരുടെ ഇത് വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ കുറച്ച് പേരൊക്കെ എന്നെ പലയിടത്തു നിന്നായിട്ടൊക്കെ കാണാൻ വന്ന പേഴ്സൺസൊക്കെ ഉണ്ട്. അവരൊക്കെ വരുമ്പോൾ ഈവൻ കണ്ണൂരിൽ നിന്നായാലും ട്രിവാൻഡ്രത്തു നിന്നായാലും കൊല്ലത്തു നിന്നായിരുന്നാലും അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കേട്ടറിഞ്ഞിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട്. മീൻസ് അപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ടോട്ടലി ഡൗൺ. എന്നിട്ട് അതിനകത്ത് പിടിച്ചു കയറിയത് എന്തൊക്കെ മനസ്സിനോട് പറഞ്ഞിട്ടാ? ഫസ്റ്റ് എന്നെ റിട്ടേൺ ജോലിക്ക് തിരിച്ചു കയറിയപ്പോഴേക്കും ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്ത് തുടങ്ങി. ഇനി ഇത്ര ഡിസ്റ്റൻസ് എങ്കിലും 10 കിലോമീറ്റേഴ്സ് ലൈക്ക് മെട്രോയ്ക്ക് പോകും വരെ അത് എൻ്റെ വാക്ക് ചെയ്യണം, 1 കിലോമീറ്റർ ബാക്കോട്ട് വാക്ക് ചെയ്യണം. അപ്പം ഇത്രയൊക്കെ പതുക്കെ വന്നപ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഫസ്റ്റ് നമ്മളെ കാണുന്നത് അത്ഭുത വസ്തുവിനെ പോലെ കാണുന്നത്. ഞാൻ കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വെച്ചത് എന്നെക്കൊണ്ട് ആ ടൈമിൽ ആ ഡ്രസ്സൊക്കെ ഇടാനേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഓപ്പണായിട്ടിരിക്കണം, മാക്സിമം കവറായിട്ട് ഇരിക്കരുത്. കവറായിട്ട് കിടന്നെങ്കിൽ എനിക്ക് ബൾജിങ് വരും, ഇവിടെ വരും, ഇവിടെയൊക്കെ ഫുള്ള് ബൾജിങ് വരും. അപ്പോൾ സ്റ്റിച്ച് മാർക്ക് കംപ്ലീറ്റ്ലി ഉണ്ട്. ഇത്രയും സ്റ്റിച്ചൊക്കെ വെച്ച് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനത് ഷോ ഓഫിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് മറ്റുള്ളവരുടെ അട്രാക്ഷൻ. പക്ഷെ എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇഗ്നോർ ചെയ്യും. പിന്നെ പതുക്കെ വർക്കിനിറങ്ങി താഴോട്ട് പോകും. ഓരോ ഷോപ്സ് പരിസരത്തുള്ള ഓരോ കടകളായാലും എന്തിനായാലും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഗേൾസ് ആ ടൈമിൽ ഞാൻ വന്ന ടൈമിൽ എൻ്റെ ഓഫീസിൽ 2 പേരുണ്ടായിരുന്നുള്ളൂ, ഞാനുൾപ്പെടെ. ബട്ട് അവരില്ലാത്ത ടൈമൊക്കെ വരുമ്പോഴേക്കും താഴെ ഒരു പാർലറുണ്ട്, അവിടെ പോയി ഡ്രസ്സ് മാറുന്ന സിറ്റുവേഷൻ. ബ്ലീഡിങ് ഒക്കെ സഡനായിട്ടൊക്കെ വരും. ഈ ഒരു ഉറങ്ങാത്തതുകൊണ്ട് സഡനായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോകും, ഓടിച്ചെന്ന് പാർലറിലേക്കൊക്കെ പോകും. അത്രയും തിരക്കുണ്ടെങ്കിലും അവരെന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ എനിക്ക് വയ്യാത്തല്ലേ എന്നൊക്കെ തമാശക്കാറ്. ബട്ട് അവരെങ്ങനെ ആ ഒരു രീതിയിലേ ട്രീറ്റ് ചെയ്തിട്ടുള്ള. പിന്നെ മൈൻഡിൽ നമുക്ക് വേണ്ട, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വന്ന്. കാരണം അപ്പയും അമ്മയും ഉണ്ട്, കൂടെ ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ബട്ട് ഇവർക്ക് എത്ര നാൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും അതിൻ്റെ പാരൻസിനാണ് ഒരു പർട്ടിക്കുലർ മൂമെൻ്റ് എത്തിക്കഴിയുമ്പോൾ ഒരു പീക്ക് ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും ഒരു പീക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു പീക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. നമ്മൾ ഒരു പ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് അല്ലെങ്കിൽ ഫാമിലി ഒരു ഫ്രണ്ട്സ് ഒരു കൊളീഗ്സ് ആരുടെയെങ്കിലും നിന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി, നമുക്ക് സങ്കടം വരും. ഞാൻ വെച്ചാൽ പെട്ടെന്ന് കരയുന്ന ടൈപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒരാളായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ്. എനിക്ക് പെട്ടെന്ന് മാറും. എനിക്ക് മറ്റുള്ളവരോട് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് എങ്ങനെ വരുത്താതിരിക്കാതെ എനിക്കറിയത്തില്ല. പെട്ടെന്ന് കണ്ണീന്നൊക്കെ വെള്ളം വരും, കരച്ചിൽ. എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിൽ കരച്ചിലൊക്കെ വരും. ഫുള്ള് കരച്ചിലും വീഴ്ചിലും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ ഞാൻ തന്നെ തിങ്ക് ചെയ്തു. ഞാൻ തന്നെ നിൽക്കണം, സ്ട്രോങ് ആവണം, മുന്നോട്ട് പോകണം. നീ കുറേ പേര് വേണ്ടെന്ന് വെച്ചല്ലോ, അവരുടെയൊക്കെ മുമ്പിൽ ഓക്കെ ആക്കി എടുക്കണം. എനിക്ക് റൈറ്റ് ഹാൻഡ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് മൂവ്മെൻറ്റ് കൊണ്ടുതരണം. എൻഗേജ്ഡ് ആയിരിക്കണം, വർക്ക് ചെയ്ത് കാണിക്കണം, മുന്നോട്ട് പോയി കാണിക്കണം. തളർന്നിട്ടില്ല, തോറ്റിട്ടില്ല, എല്ലാ രീതിയിലും എല്ലാവരുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്, പക്ഷേ ഇത് എത്ര ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് സംഘർഷങ്ങളിലൂടെ പോയിട്ടുണ്ടാവും, മാനസികാവസ്ഥയൊക്കെ തെറ്റിപ്പോകുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് ആരോടെങ്കിലുമൊക്കെ 10 വാക്ക് പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ വന്ന് നിൽക്കാം. എഡിറ്റിങ്ങും ഒക്കെ പഴയതുപോലെ അല്ലെങ്കിലും നമ്മൾ ആ ഒരു സ്കില്ലിലേക്ക് തിരിച്ചു വന്നോ? പഴയതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. അതടിപൊളി. പഴയതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ഫസ്റ്റ് തിങ് എല്ലാം ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈമല്ലേ. പെട്ടെന്നാണ് ഓരോ ട്രെൻഡ്സ് ആയാലും കാര്യങ്ങളായാലും. ഇപ്പോൾ 2 years ബാക്ക് റീൽസൊന്നും അത്ര ട്രെൻഡിങ് ആ ടൈമായിരുന്നു. അതെല്ലാം മാറി. കറണ്ട് ട്രെൻഡ് എന്താണ് അതനുസരിച്ച് എനിക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ്സിങ് ആയാലും
എനിക്ക് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ആകട്ടെ എന്നുള്ളൊരു ടൈപ്പാണ് എല്ലാ രീതിയിലും. ലൈക്ക് ഞാൻ മൂണായി, എൻ്റെ കൂടെ പഠിച്ച ആരങ്ങൾ പഴയ ഞാനെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഞാനെന്ന് വെച്ച് നോക്കി ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടോ, എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് ചേഞ്ച്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതാണ്. ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുവേ, ഇപ്പം ഫോട്ടോഷൂട്ട് പോലെയല്ല, ബട്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ മേക്ക് ഓവർ വന്നേക്കുന്നത്. ഒരു ബർത്ത്ഡേ ടൈമിന് ഡ്രസ്സ് ഇട്ടു. ആദ്യമൊക്കെ എനിക്ക് ചമ്മലായിരുന്നു, ലൈക്ക് ഈശ്വര നാട്ടുകാർ എന്ത് പറയും, കസിൻസ് എന്ത് പറയുന്നൊക്കെ ചമ്മലായിരുന്നു. ബട്ട് അതൊക്കെ മാറ്റി ബോൾഡായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ടാവില്ല, പെട്ടെന്നൊരു ലൈക്ക് ഷോക്കായിപ്പോയി, വാ നീ തന്നെയാണോ എന്നൊരു സിറ്റുവേഷൻ പോലെ. ബട്ട് ഇപ്പം പിന്നെ യൂഷ്വലി കണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഈ സർവൈവൽ സ്റ്റോറിയും കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു സന്ദേശവും കൂടെയാണ് അല്ലേ, മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല സർവൈവൽ സ്റ്റോറി ഫസ്റ്റ് ഇട്ടത്. ലൈക്ക് എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില സമയത്ത് ചില ഫോട്ടോസിൽ ഞാൻ സ്വിങ്ങിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും, ചില സമയത്ത് ഫോട്ടോസിൽ സ്വിങ് നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല നല്ല പോസൊക്കെ ആണെങ്കിലും ഞാൻ കൈയൊക്കെ ഒന്ന് ഊരിയിട്ടിട്ട്, അപ്പോൾ ആൾക്കാർ വിചാരിക്കുക ഇവളുടെ കൈ ശരിയായി. പിന്നെ 2-3 ആഴ്ച വീണ്ടും സ്വിങ് ഇടുമ്പോൾ വിചാരിക്കും ഇവളുടെ കൈ ശരിയായില്ല, ഇവർക്ക് തന്നെയുള്ള സ്ഥിരം പരിപാടി, എവിടെയെങ്കിലും പോയി വീണ്ടും ഇതാക്കിയോ. അപ്പോൾ അറിയാൻ പാടാത്ത കുറേ പേരുണ്ട്. ചിലപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ആ ഒരു അനുഭവം കിട്ടിയതുകൊണ്ട് ഫ്രണ്ട്സ് പോയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രാക്ഷൻ ഭയങ്കര കുറവാണ്. ഓപ്പൺ ആവുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് എല്ലാവരും നമ്മൾ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുക, അവരുടെ മുമ്പിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഇതാണ്. പക്ഷേ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എന്നോട് ഇങ്ങോട്ട് കോൺടാക്ട് വെക്കില്ല, ഞാൻ അങ്ങോട്ടേക്ക് കോൺടാക്ട് വെക്കത്തില്ല. ഇൻട്രാക്ഷൻ ഭയങ്കര കുറവുള്ള പേഴ്സണാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവർ വിചാരിക്കും ഇതുകൊണ്ടായിരിക്കും. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കണതൊക്കെ 5 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നീ ജീവനോടെ ഉണ്ടല്ലേ, അപ്പോൾ നിൻ്റെ കൈ റെഡി ആയില്ലേ. ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു, കൈയൊക്കെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു, കൈയൊക്കെ ഓക്കെ ആയിട്ടിരിക്കും. ചിലപ്പോൾ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ പുതിയത് അറിയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഫോട്ടോസിലൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കണത്. ചിലർ കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. ഇത്ര വെറുതെ ഷോ ഓഫിന് വേണ്ടി സിമ്പതിക്ക് വേണ്ടി ഇട്ടേക്കണല്ലേ, മറ്റുള്ളവരുടെ സിമ്പതി കിട്ടാൻ എനിക്ക് അങ്ങനത്തെ ഒരു സാധനമേ എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ റെഗുലറായിട്ട് എൻ്റെ കമൻറ്റിലായാലും എൻ്റെ DM-ലായാലും വന്നു നോക്കി കൈക്ക് എന്ത് പറ്റി എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു റീലിട്ടു, ഇതേപോലെയാണ് കൈക്ക് സംഭവിച്ചത്. ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തത് നാളെ ഒരു സമയത്ത് ആരെങ്കിലും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്സിഡൻറ്റ് ടൈമിലുള്ള ഫോട്ടോസൊക്കെ കൂടി പോസ്റ്റ് ചെയ്തത്. എല്ലാവരും പറഞ്ഞു നീ സ്റ്റോറി ഇടുന്നൊക്കെ നേരത്തെ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഈ ഒരു കോണ്ടന്റ് ആയിട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയിട്ട് വേണ്ട. എനിക്ക് ആ ഒരു ടൈപ്പ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നേടിയെടുത്തുന്നുള്ളൊരു എവിടെ നേടിയെടുത്തുന്നുള്ളൊരു സംഭവമേ എനിക്ക് വേണ്ട. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലൈക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. അപ്പം നമുക്ക് അറിയാൻ പറ്റും. ചിലവർ നമ്മുടെ മുഖത്ത് നോക്കി പറയും, ചിലവർ പറയാതെ നമ്മുടെ തലയ്ക്കേറ്റ് നിർത്തിയിട്ട് ലൈക്ക്. അപ്പം നമ്മൾ ആ ഒരു പറയുന്നവരോട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അറിയാത്തവരുടെ വീണ്ടും നമ്മളൊരേ കാര്യത്തിന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നെഗറ്റീവ് വരുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളല്ലാതെ ഒരുപാട് പേരൊക്കെ ചുറ്റും വരുമല്ലോ, പലരും ഇൻസ്റ്റയിലൊക്കെ വരുമ്പോഴത്തേക്ക് അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ അവരൊക്കെ ഇഷ്ടം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അതെ ഇങ്ങനെ തന്നെ അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി എന്നാണോ? അങ്ങനെ ഞാൻ പറയുന്നില്ല, സിംഗിളായിട്ട് ഫുള്ള് ഞാൻ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്താ പറയുക, എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ, മീൻസ് ഞാനിപ്പോൾ ഫുള്ള് റെഡി ആയിട്ട് ഇതായിക്കഴിഞ്ഞാൽ നാളൊരു സമയത്ത് എനിക്ക് ഇതിൽ കൂടുതൽ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ പോവും, ആ ഒരു പേഴ്സൺ നോക്കൂല്ലേ എന്ന് എന്താ ഉറപ്പ്. ഓൾറെഡി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു സിറ്റുവേഷനിൽ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, എനിക്കൊരു വൈബുണ്ട്, എനിക്കൊരു ഓപ്പൺ ഇതാണെങ്കിൽ നമുക്ക് നോക്കാം, അത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ഇൻസ്റ്റയിൽ പല രീതിയിലും പല ടൈപ്പ് കമൻസും പല ടൈപ്പ് DMs കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് പേർക്ക് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ആണെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ വന്ന കുറേ സഹതാപം നടിച്ച് കുറേ പേരൊക്കെ വരത്തില്ലേ, അങ്ങനെ വന്ന കുറേ ടീംസൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഹുക്കപ്പ്, 1 night stand അതിന് വേണ്ടിയിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു വന്നവരൊക്കെ ഉണ്ട്. അതിനൊക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക.
ചിലപ്പോൾ നമ്മൾ അറിയാൻ പാടില്ലാത്തൊരു പേഴ്സൺസ് നമ്മളെ പറ്റി പറയും. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, നമ്മൾ മീറ്റ് ചെയ്യാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെന്താ ഒന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. നമ്മളെന്താ വിചാരിക്കുക, നോർമലായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ സംസാരിക്കുക എന്നല്ലേ വിചാരിക്കുക. ബട്ട് അത് വേറെ രീതിയിൽ വേറെ ടൈപ്പ് സ്റ്റോറി ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ഫ്രണ്ട് എന്നെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതിന് ചേട്ടൻ ഞാനിവിടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നിട്ട് ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്ത്, ഇത് അവൻ പറഞ്ഞ ഡയലോഗ് എന്താ, ഞാൻ പറഞ്ഞ ഡയലോഗ് എന്താ എന്നുള്ള സംഭവം പോലെ. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞിങ്ങനെ പല രീതിയിലും പറയാനുണ്ട്. നമ്മളറിയാത്തവരാണ് നമ്മളെപ്പറ്റി കൂടുതൽ കുറ്റം പറയണത്. ഒരാൾ ഇന്ന രീതിയിൽ ഫോട്ടോസ് ഇട്ട്, കുറച്ച് ബോൾഡായിട്ട് ഫോട്ടോസ് ഇട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കോ മീൻസ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഓപ്പണാണ്, പിള്ളേരെ പോലെ സംസാരിക്കുന്നത് പറയണില്ല. ബട്ട് എനിക്ക് മെച്ചൂരിറ്റി എന്നുള്ള സാധനം എനിക്കില്ല. ഇപ്പോൾ ഒരുപക്ഷെ ആക്സിഡന്റിന് ശേഷം കുറെ കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബോൾഡ് ആയിട്ടുണ്ടാവും അല്ലേ? ആയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുണ്ട്. ബട്ട് എനിക്ക് ആ മെച്ചൂരിറ്റി ബോൾഡ്നെസ് എൻ്റെ ക്യാരക്ടറിന് ചേരത്തില്ല. ഞാൻ ബോൾഡെന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം നീ വെറുതെ ഉണ്ടാക്കണ്ട, കോമഡി ഫീസാ. ഞാൻ പിന്നെ വേറെ ആരോട് സംസാരിക്കത്തില്ല, ലൈക്ക് ഒരു വർക്ക് ചെയ്യും പോകും, ലൈക്ക് അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ഇതാണ്. പഠിക്കാനുണ്ട്, പക്ഷെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇത് ഗുഡാണ്, ഇത് ഇങ്ങനെ ആകുമെന്നുള്ള മൈൻഡ് എൻ്റെ മൈൻഡിലുണ്ട്. അതനുസരിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. കേട്ടോ ഓവർ ബോൾഡ്നെസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനല്ലാതെ ആയി പോകും. നെക്സ്റ്റ് പ്ലാൻസ് എന്താ? ഫസ്റ്റ് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിൻ്റെ കൂടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു പ്രൈവറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 3 years കൂടുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴാണല്ലോ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ തേർഡ് ഇയർ ആയപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആയിരുന്നു വന്നേച്ചത്. അതിൻ്റെ എഡ്യൂക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് നേരത്തെ പ്ലാൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി ഇത് പഠിച്ചിട്ട് എഡിറ്റിംഗ് പുറത്ത് പോയി പഠിച്ച് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് ലൈക്ക് നല്ലൊരു ഫിലിം എഡിറ്ററൊക്കെ പോലെ ആകാം, അല്ലെങ്കിൽ എഡിറ്റർ ആകാം. നമ്മുടെ ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ എഡിറ്റേഴ്സിന് ടോപ്പ് 5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എൻ്റെ നെയിം വേണം എന്നൊക്കെ ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. ആരുടെയെങ്കിലും കീഴിൽ നല്ല എക്സ്പീരിയൻസ് എനിക്ക് വർക്കും ചെയ്യണം. പക്ഷേ മാക്സിമം ഈ ഒരു ഫീൽഡിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഞാൻ എഡിറ്റിംഗ് എവിടെയും പഠിച്ചതല്ല. ഫസ്റ്റ് തിങ് എനിക്കൊരു ആശാൻ മീൻസ് എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ കൂടെ അവൻ വർക്ക് ചെയ്ത നേരത്തൊരു കമ്പനിയിൽ പോയപ്പോൾ അവരെല്ലാവരും എഡിറ്റ് ചെയ്യണ്. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചോദിച്ചു എനിക്കതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരാശാൻ എനിക്ക് പറഞ്ഞു തന്നു. പുള്ളി പറഞ്ഞു, എടി ഇതേപോലെ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ട്രാക്ക് ചെയ്തിടണം, IOW ഇത്രയുള്ള സംഭവം. പിന്നെ ഞാൻ ചോദിച്ച് യൂട്യൂബ് നോക്കി അങ്ങനെ പഠിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച പാത്തിൻ്റെ ആണോ എന്താണെന്നറിയില്ല, എനിക്ക് അതിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോളേജ് ചെയ്തെടുക്കണം. കളർ ഗ്രേഡിങ് കുറച്ചും കൂടി ശരിയാക്കി എടുക്കണം. പിന്നെ ഇപ്പം റീസെൻ്റ്ലി വന്നൊരാഗ്രഹമാണ് എനിക്ക് സ്കൈ ഡൈവ് ചെയ്യണമെന്നുള്ള സംഭവം. റീസെൻ്റ്ലി എന്ന് വെച്ചാൽ വളരെ റീസെൻ്റ്ലി എന്താണെന്നറിയില്ല, ഒരു വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ പൊന്നോ ലൈക്ക് എനിക്ക് ചെയ്യണം മീൻസ് ഞാൻ അതിന് വേണ്ടിയിട്ട് ചില ദിവസങ്ങളൊക്കെ നൈറ്റൊക്കെ രാവിലെ കിട്ടിയിട്ട് സ്വപ്നം കണ്ടിട്ട് ചാടാൻ പോണ പോലെയൊക്കെ സ്വപ്നം കണ്ടു. എനിക്ക് ആ സംഭവം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യണം. പിന്നെ എൻ്റെ ഫാമിലി ഒരിക്കലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെതായ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ ഇപ്പോൾ 0യിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ടു. ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ വീട്ടുകാർ പാരൻസിന് നല്ല രീതിയിൽ പേടിയുണ്ട്. എന്നെ ഇപ്പോഴും വഴക്ക് പറയും. അവർ വിചാരിച്ചാൽ 16-14 വയസ്സുള്ള കുട്ടിയായിട്ട്. കാരണം ഞാൻ കിടക്കുന്നത് അവരോടൊപ്പം എപ്പോഴും അപ്പയുടെ അമ്മയുടെ കൂടെ കിടക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചാൽ ആ ഒരു ഏജായിട്ടാണ് എന്നെ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇത്രയും വളർന്നു ചിന്തിക്കണം. ഞാനിപ്പോൾ റീസെൻ്റ്ലി വയനാട് പോയായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് അവന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. പറഞ്ഞു, നീ പോകണമെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. മാക്സിമം നമ്മളെ വളർത്തത്തില്ലേ, ഇതിനെ കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കാണിക്കുമ്പോൾ ഓരോ ചലഞ്ച് പോലെ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളായിട്ട് തന്നെ ഇരിക്കുക. ഒന്ന് പോയെന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ എവിടെയും ഇതാവരുത്. പക്ഷെ ചില സിറ്റുവേഷനിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് യൂഷ്വൽ. ഇപ്പോൾ എന്താ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് പേഴ്സ് ബാഗിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും ബസ്സിൽ. സംടൈംസ് സീറ്റ് കിട്ടത്തില്ല. ഞാനിപ്പോൾ ബസ്സിലാണ് ട്രാവൽ ചെയ്യണത്. പോകണമെന്ന് വരണതൊക്കെ ബസ്സിലാണ്.
അപ്പോൾ സീറ്റ് ഇടാതെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചേച്ചി ഒന്ന് പിടിച്ചു തരുമോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ. ബട്ട് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുക. സ്കൈ ഡൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്, പക്ഷെ എനിക്കും ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അതിന് ട്രൈ ചെയ്ത് തുടങ്ങും കേട്ടോ. ഞാൻ ഇത് ചെയ്തായിരുന്നു, മറ്റേ കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇല്ലേ, ലൈക്ക് ഇവിടുന്ന് പോകത്തില്ല, നമ്മൾ ഹാങ് ചെയ്തിട്ട് പോകത്തില്ല സിപ്പ് ലൈൻ, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഊഞ്ഞാലയുടെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ കൈ പിടിക്കാൻ പറ്റത്തില്ല ഊഞ്ഞാലയിൽ ഒരു കൈ. ഇപ്പോൾ ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയപ്പോഴായാലും കൈയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലതിലൊന്നും കയറ്റാൻ പറ്റിയില്ല. ബട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് ചെയ്യണം, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് ഇതെന്തായാലും ചെയ്യണം. അത് കഴിഞ്ഞ് മറ്റേ ഹോട്ട് എയർ ബലൂൺ ബാഗില്ലേ, അവിടെയൊക്കെ പോകണം, ട്രാവൽ ചെയ്യണം, ലൈക്ക് ഓരോ സ്ഥലങ്ങൾ പോവുക, ഓരോ കൾച്ചറുടെ എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ പൊളിയായിട്ട് പൊക്കോ. അടിപൊളി. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു.